നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പക്ഷേ വന്ദന എന്റെ ശത്രുവാ. അവളുടെ വിരുന്ന സൽക്കാരത്തിന് നീ പോയത് തന്നെ. അയ്യോ ആന്റി, പൈസ ഒന്നില്ല. ഇതെന്താ 100 ഉള്ളോ? 150 പറഞ്ഞിട്ടല്ലേ വന്നത്? നീ എന്നെ നേരത്തെ എന്താ വിളിച്ചത്? ആന്റിന്ന്. നീ എന്നെ ആന്റിന്ന് വിളിച്ചു കഴിഞ്ഞാ 50 രൂപ കുറച്ചത്. എന്നെ ആന്റിന്ന് വിളിക്കുന്ന പ്രായമാവുമ്പോ ഞാൻ നിന്നോട് പറയാം. അപ്പൊ നീ എന്നെ വിളിച്ചാ മതി കേട്ടോ. അവന്റെ ഒരു ആന്റി വിളി. വിഷുവിന് വന്നപ്പോഴും നിങ്ങൾ പൈസ കുറച്ചു. കണക്കായി പോയി. എന്റെ ഓട്ടോയെ കയറിയപ്പോഴേ ഞാൻ പറഞ്ഞാണ് രൂപ 150 തരണോന്ന്. അത് ശരിയാ. പക്ഷേ നീ എന്നെ ആന്റിന്ന് വിളിച്ചെങ്കിൽ ശിക്ഷയാ ഇത്. എന്നോട് കളിച്ചാ അറിയാലോ. അറിയാ, പീഡന കേസിൽ പെടുത്തോന്നല്ലേ. അപ്പൊ ഓർമ്മയുണ്ട്. ഇനി ഈ തെറ്റ് ആവർത്തിക്കത്തില്ല. എന്ത്? നിങ്ങളെ ഓട്ടോയെ കേറ്റില്ലാന്ന് എന്റെ. ഓ, ഞാൻ ഇനി നിന്റെ പൊട്ട ഓട്ടെ കേറത്തില്ലടാ. നോക്കിക്കോ. ഈ തള്ളയുടെ ഒരു കാര്യം വെറുതെ മനുഷ്യനെ മെനക്കെടുത്ത. മോളെ, പായസത്തിനൊരു അല്പം കൂടി മധുരം വേണമായിരുന്നു. കുറുകി വരുമ്പോഴേക്കും മധുരം പാകമാവും അമ്മ. അല്ല, സുചിത്രയുടെ അമ്മ എത്തിയില്ലേ? എന്നോട് വരാന്ന് സമ്മതിച്ചാണല്ലോ. ഇങ്ങോട്ട് മാറി നിക്ക്. അല്ലമ്മേ, ഇവളുടെ അമ്മ വന്നിട്ട് ഇവിടെ എന്ത് ചെയ്യാനാ? മാത്രമല്ല, കുറിപ്പൊക്കെ വരുമ്പോ അവരെയൊക്കെ ഫേസ് ചെയ്യാൻ ഇവളുടെ അമ്മയ്ക്ക് ഒരു ബുദ്ധിമുട്ടായാലോ? അതെന്ത് വർത്താനാ ചേച്ചി? എന്റെ അമ്മ എന്താ മോഷണ കുറ്റത്തിന് ജയിൽ ശിക്ഷ കഴിഞ്ഞിട്ട് വരികയാണോ? അയ്യോ, ഞാൻ അതൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല സുചിത്രേ. ഞാനൊരു ഒഴുക്കിനെ അങ്ങ് പറഞ്ഞു പോയതാ. നാത്തൂനതങ്ങ് വിട്ടേക്കെന്ന്. അല്ലമ്മേ, എനിക്കൊരു സംശയം. പെണ്ണ് കാണലില്ല, കല്യാണം ഉറപ്പിക്കലില്ല, നിശ്ചയമില്ല. എന്തിന്? കല്യാണം പോലും ഇല്ല. പിന്നെന്തിന് ഇപ്പൊ ഇങ്ങനൊരു ചടങ്ങ്? അല്ല അമ്മ, ഇത് ഞാൻ പറഞ്ഞതല്ല, സതീശേട്ടൻ ചോദിച്ചതാ. സതീശൻ അങ്ങനെയൊന്നും ചോദിക്കില്ല. അതെന്താ അമ്മയ്ക്ക് അത്രയ്ക്ക് ഉറപ്പ്? അത്രയ്ക്ക് നെറികെട്ടവനല്ല സതീശൻ. ഓ, അപ്പൊ ബസ് എന്താ കൊള്ളരുതാത്തവള്. എന്ത് കാര്യം വന്നാലും ഓട്ടോറിക്ഷയും പിടിച്ച് ഓടി വരാനേ ഈ ഞാൻ മാത്രമേ ഉള്ളൂ. മോൾ ഓട്ടോ വിളിച്ച് വരുന്ന കാര്യമൊന്നും പറയണ്ട. 150 രൂപ ഓട്ടോയ്ക്ക് കൊടുക്കുന്നുണ്ടെങ്കിലേ 1000 രൂപ മുതലാക്കി പോന്നവളാ എന്റെ മോള്. നാത്തൂനെ, ഇളക്കി കഴിഞ്ഞെങ്കിൽ ഒരു ഗ്ലാസ് പായസം ഇങ്ങെടുക്ക്. ടേസ്റ്റ് നോക്കട്ടെ. ആ പഴയ MLA കുറിപ്പിനൊക്കെ കൊടുക്കാനുള്ളതല്ലേ. അയാളൊന്നും വരാൻ പോകുന്നില്ലമ്മേ. അല്ലെങ്കിൽ തന്നെ ഇനി ആ മുട്ട ഇലക്ഷന് നിന്നാലേ സൂപ്പറായിട്ട് മുട്ടയിടും. വന്ദനയല്ലേ ആ കുടുംബത്തിലേക്ക് വലതുകാലം വെച്ച് കയറിയിരിക്കുന്നത്. നല്ല പായസം. അതെ, പൂജ കഴിഞ്ഞ എല്ലാവർക്കും സദ്യ കൊടുത്തു വിടുന്നത് വരെ ഈ പായസം ആ കിളവിയെ കാണിക്കല്ലേ. സേമിയ സരോജിനി അവരുടെ പഴയ ഇരട്ട പേര്. ഉരുളിയോടെ അടുത്തങ്ങ് കമത്തും. അല്ല, പ്രകാശനില്ലേ ഇവിടെ? സാധാരണ വീട്ടില് നല്ല കാര്യങ്ങൾ നടക്കുമ്പോഴൊന്നുമേ പ്രകാശം കാണാറില്ല. അതാ ചോദിച്ചത്. അമ്മ, ഇനി പച്ചടിയും കൂടെയല്ലേ ഉണ്ടാക്കാനുള്ളൂ. അത് വസന്തേച്ചി വെക്കട്ടെ. എന്തോ അച്ഛൻ വിളിച്ചെന്ന് തോന്നുന്നു. പൂജയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ ആയോന്ന് നോക്കട്ടെ. അയ്യോ നാത്തൂന്, പച്ചടി വെക്കാൻ എനിക്ക് വയ്യാഞ്ഞിട്ടൊന്നും അല്ല. ഇനി പച്ചടി മാത്രമല്ലേ ഉണ്ടാക്കാനുള്ളൂ. അതും കൂടി നാത്തൂന് അങ്ങ് വെക്ക്. രുചി വ്യത്യാസം വേണ്ട. 2 ഗ്ലാസ് പായസം കൂടി എടുത്തു വെച്ചേക്കണേ.
ഹലോ വർഷ. ആ ഏട്ടാ, വീട്ടിൽ നിന്ന് ഇപ്പൊ അമ്മ വിളിച്ചിരുന്നു. ഇന്നവിടെ വിരുന്നാണല്ലോ, നമ്മള് പോവോന്ന് ചോദിച്ചു. അമ്മ ഒരുപാട് നിർബന്ധിച്ചു. അല്ല, അമ്മ വിളിച്ചതുകൊണ്ട് ഞാനത് ഏട്ടനോട് പറഞ്ഞേ ഉള്ളൂ. അമ്മ ഒരുപാട് നിർബന്ധിച്ചോ? അപ്പോ വർഷ പോവണ്ടേ? അതല്ലേ അതിന്റെ ഒരു ശരി. ഏട്ടാ, വർഷ പോണം. ഞാനും വരുന്നുണ്ട് വന്ദനച്ചിയുടെ വിരുന്ന് സൽക്കാരത്തിന്. ആണോ? താങ്ക് യു ഏട്ടാ. എന്തിനാണ് താങ്ക്സ് ഒക്കെ? നീ എന്റെ എല്ലാം അല്ലേ? വർഷ വെയിറ്റ്, ഞാൻ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോവാം. എന്താ, അതുപോലെ? മതി, അത് മതി. എത്താൻ വൈകുവോ? ബിസിനസ് മീറ്റ് കഴിഞ്ഞാ ഉടനെ ഞാൻ അങ്ങെത്തും, വൈകില്ല. ഏതായാലും ഞാൻ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോവാം. ഓക്കെ ഏട്ടാ, താങ്ക് യു. ശരി. പക്ഷേ വന്ദന എന്റെ ശത്രുവാ. അവളുടെ വിരുന്ന സൽക്കാരത്തിന് നീ പോയത് തന്നെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.